അല്ലാഹു പറയുന്നു ലഇൻ ശകർതും ലഅസീദന്നകും ലഇൻ ശകർതും ലഅസീദന്നകും നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുമോ? ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മേലെ ഞാൻ നൽകിയപ്പോ ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുമോ? ലഅസീദന്നകും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹു പറയുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ കണ്ണ്, ആ കണ്ണുകൊണ്ട് ഖുർആൻ നിങ്ങൾ ഓതിയാൽ, അള്ളാന്റെ വഴിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ, അതേ സ്വാലിഹീങ്ങളുടെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ അത് ഇബാദത്താണല്ലോ. എന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലഇൻ ശകർതും ലഅസീദന്നകും അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് കാഴ്ച അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. പക്ഷേ നമുക്കിപ്പോഴേ കണ്ണട വെക്കാം. എന്താ കാരണം? അള്ളാന്റെ വഴിയിൽ തിരിയുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹമായ കണ്ണിനെ അവൻ അനുകൂലമായി നാം പ്രവർത്തിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാരെ വളരെ ചെറുപ്രായത്തിലെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന എത്രയോ സഹോദരന്മാർ കണ്ണട വെച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. കൃത്യമായ ഒരു അക്ഷരം നോക്കി വായിക്കാൻ കണ്ണടയില്ലാതെ കഴിയാത്ത അവസ്ഥ ഇന്ന് മുസ്ലിം ലോകത്തെ എന്നല്ല ലോക ജനസഞ്ചയത്തെ ആകമാനം വേട്ടയാടുന്നുവെങ്കിൽ എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ തികച്ചും അള്ളാഹുവിനെ അനുസരിക്കാത്തതാണ്, അവന്റെ വഴിയിലേക്ക് കടന്നു വരാത്തതാണ്. അള്ളാഹു ചോദിക്കുന്നു, മുഅ്മിനേ അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് സുന്ദരമായ കണ്ണുകളെ നാം നൽകിയില്ലയോ? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയാണ് പടച്ചവരെടുത്തു പറയുന്നത്. ഓ മനുഷ്യ, നിങ്ങൾക്കൊരു നാവിനെ നാം നൽകിയില്ലയോ? എന്തിനാണ് ഈ നാവിനെ നിങ്ങൾക്ക് നൽകിയത്? അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാനല്ലേ, അവന്റെ തസ്ബീഹ് ചൊല്ലാനല്ലേ, അവന്റെ വഴിയിലേക്ക് തിരിയാനല്ലേ? അന്യനെ ആക്രമിക്കാനാണോ? എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗ്ഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വായുടെ ഉള്ളിൽ കല്ലുവാരിയിടുകയാണ്. എന്തിനാണെന്നറിയണ്ടേ? ചോദിച്ചു, അല്ല അബൂബക്കറേ, നിങ്ങൾ എന്തിനാണ് വായുടെ ഉള്ളിൽ കല്ലുവാരിയിടുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഈ നാവ് കൊണ്ട് ഏതെങ്കിലും ഹറാമായ വർത്തമാനങ്ങൾ വന്നു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വായിൽ കല്ലുവാരിയിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുന്നുവെങ്കിൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ നാവ് ഹൽ യകുബ്ബുൻ നാസ ഫിന്നാർ, ജനങ്ങളെ അവരുടെ മുഖങ്ങളുടെ മേൽ കുത്തി നരകത്തിൽ വീഴ്ത്തപ്പെടുന്നത് അവരുടെ നാവുകൾ കൊയ്തുകൂട്ടിയതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യന്മാര് നരകത്തിൽ മുഖം കുത്തി വീഴാൻ കാരണം അവരുടെ നാവുകൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളാണ്. നാവുകൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അവർ നരകത്തിൽ വിടുന്നത് മുഖം കുത്തിയിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുമ്പോ എൻ്റെ മുഅ്മിനീങ്ങളെ, നാവ് കൊണ്ട് സർവ്വതും ഫസാദായി പോവുകയാണ്. നമ്മുടെ നാവ് കൊണ്ട് സർവ്വ അമലുകളും പൊളിഞ്ഞു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാനത തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ. അല്ലാഹുവിന്റെ റസൂലേ, ഒരു പെണ്ണ് അവൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവളാണ്. വതസൂമുൻ നഹാർ, അവൾ പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നവളാണ്. രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന പെണ്ണാണ് അവള്, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണാണ്. പക്ഷേ തുദീ ജീറാനഹാ ബിലിസാനിഹാ, അവളുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ പരദൂഷണം പറയുന്ന ഒരു ചെറിയ ജോലി മാത്രമേ അവൾ ചെയ്യുന്നുള്ളൂ, വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. അവൾ പർദ്ദധാരിയാണ് റസൂലേ. അവൾ നല്ല സ്വഭാവിനിയാണ്, നല്ല ഇബാദത്തുള്ള പെണ്ണാണ്. അവൾക്ക് നോമ്പില്ലാത്ത ദിനരാത്രങ്ങളില്ല, അവൾക്ക് നിസ്കാരമില്ലാത്ത രാത്രികളില്ല. അത്രത്തോളം ഇബാദത്തിൽ മുമ്പേ എത്തിയ പെണ്ണാണ് അവള്. അവളെ സംബന്ധിച്ച് നബിയേ, അങ്ങയുടെ അഭിപ്രായം എന്താണ് റസൂലേ എന്ന് ചോദിക്കുമ്പോ പ്രവാചക പുങ്കവർ പറയുകയാണ്, നിസ്കരിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച്, അതേ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച്, പക്ഷേ
സ്വന്തം നാവുകൊണ്ട് മറ്റുള്ളവരെ പരദൂഷണം പറയുന്ന ആ പെണ്ണിനെ പറ്റി നബി പറയുന്നു, ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിന്നാർ. ലാ ഖൈറ ഫീഹാ, അവളിൽ യാതൊരു നന്മയുമില്ല, അവളിൽ യാതൊരു പുണ്യവുമില്ല. അവളുടെ നിസ്കാരം വേണ്ട സ്വഹാബ പടച്ചവന്, അവളുടെ നോമ്പ് വേണ്ട സ്വഹാബത്തെ പടച്ചവന്, അവളുടെ നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ യാതൊരു പുണ്യവും ഇല്ലെന്നു മാത്രവുമല്ല, ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ, ഭാര്യമാരെ, കുടുംബക്കാരെ പടച്ചവൻ കാക്കുമാറാകട്ടെ. നാം ചിന്തിച്ചു നോക്കണം സഹോദരന്മാരെ, അല്ലാഹു നൽകിയ അനുഗ്രഹീതമായി നാവ് എന്തിനു വേണ്ടിയാ തന്നത്? അവന്റെ അനുഗ്രഹമല്ലേ നാവ്. എന്തിനല്ലാഹു നമുക്ക് ഈ നാവ് തന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച്, അവന്റെ ദിക്റിനെ സംബന്ധിച്ചൊക്കെ പറയാനാണ്, സംസാരിക്കാനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് വർത്തമാനം പറയാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ഇതിനൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ നാവ്. പക്ഷേ ഇന്ന് ആ സത്യത്തിൽ ലോകത്ത് മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത് നാവല്ലേ? ചിന്തിക്കണം. ഈ നാവ് കൊണ്ട് എന്തെല്ലാം വിഷയങ്ങളാണ് ലോകത്തുണ്ടാകുന്നത്? തമ്മിലടിപ്പിക്കുക, സമൂഹത്തെ അപ്പുറം ഇപ്പുറം നിന്ന് കലക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ നാവ് കൊണ്ടുണ്ടാകുന്നത്? ഈ നാവ് കൊണ്ടുണ്ടാകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹു നൽകി ഈ നാവിനെ അവൻ അനുകൂലമായി ചലിപ്പിക്കാൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ നാവ് ദിക്റിൽ നനയട്ടെ, നിങ്ങളുടെ ഹൃദയം അല്ലാഹുവിൻ്റെ ഫിക്റിലാകട്ടെ. എപ്പോഴും അല്ലാഹുവിൻ്റെ ദിക്റ് കൊണ്ട് നിങ്ങളുടെ നാവ് നനയുമെങ്കിൽ എൻ്റെ മുഅ്മിനേ, എല്ലായ്പ്പോഴും നിങ്ങൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെങ്കിൽ നിങ്ങൾ മരിക്കും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റിന്റെ മഹത്വം എന്താണെന്നറിയുമോ? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പറയുന്നു, അല്ല തമ്പുരാനെ, എനിക്ക് പ്രത്യേകമായ ഒരു ദിക്ർ നീ പറഞ്ഞു തരണം, എന്നെ ഖാസാക്കിയിട്ടൊരു ദിക്ർ പറഞ്ഞു തരണമെന്ന് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം പറയുമ്പോ അല്ലാഹു പറയുന്നു, അല്ലയോ മൂസ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു മൂസ. മൂസ നബി പറഞ്ഞു, പടച്ചവനെ, ഇത് എല്ലാവരും ചൊല്ലുന്ന ദിക്റാണല്ലോ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ലോകത്തുള്ള മുഴുവൻ പേരും ചൊല്ലുന്നതാണല്ലോ. എനിക്ക് മാത്രമായി ഒരു ദിക്ർ നീ പറഞ്ഞു തരണമെന്ന് മൂസ നബി പറയുമ്പോൾ അല്ലാഹു പറയുന്നു, മൂസ, 7 ആകാശങ്ങളോ 7 ഭൂമികളോ അതിലുള്ള സർവ്വ വസ്തുക്കളോ ഒരു തട്ടിലെടുത്ത് വെക്കുകയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ലമാലതു ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവയെക്കാളൊക്കെ ഭാരം നിൽക്കുന്നതാണെന്ന് അല്ലാഹു പറയുമ്പോ ഈ ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവുകൾ നനയട്ടെ. എല്ലായ്പ്പോഴും എൻ്റെ മുഅ്മിനീങ്ങളെ, ഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അതാണല്ലോ യഥാർത്ഥ മുഅ്മിനിന്റെ രീതി. ഒരു ജാഹില് നിങ്ങളോട് വർത്തമാനം പറയാൻ വന്നാൽ ഖാലൂ സലാമാ, സലാം പറഞ്ഞുകൊണ്ട് മാറണം, അവന്റെ വിവരക്കുറവാണ് എന്ന് പറഞ്ഞു മാറലല്ലേ യഥാർത്ഥ മുഅ്മിനിന്റെ തത്വം. അല്ലാഹു ആ യഥാർത്ഥ മുഅ്മിനിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. നാവിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, കണ്ണിനെ സംബന്ധിച്ച് പടച്ചവൻ പറഞ്ഞു, എന്നിട്ട് 2 ചുണ്ടുകളെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയില്ലയോ? അല്ലാഹു നൽകിയ ഈ ചുണ്ട് എത്ര രസകരമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേക കറകളൊന്നും പിടിപ്പിക്കണ്ട, പ്രത്യേക മോഡലൊന്നും വരുത്തണ്ട. എൻ്റെ മുഅ്മിനീങ്ങളെ, ഒരു ശസ്ത്രക്രിയകളും നടത്തേണ്ടതില്ല. അല്ലാഹു എത്ര രസകരമായിട്ട് നൽകി ഈ ചുണ്ടുകൾ. ഒരു മനുഷ്യന്റെ സൗന്ദര്യമാണെങ്കിൽ വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം
ചെയ്യും. അള്ളാഹു പറയുകയാണ്, മനുഷ്യനെ വളരെ മെച്ചമായ രൂപത്തിലാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. നല്ല രസകരമായ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. ആ മനുഷ്യൻ അള്ളാഹു നൽകിയ ചുണ്ട് ആ മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണെങ്കിൽ ആ അനുഗ്രഹവും അള്ളാഹു എടുത്തു പറയുന്നു. ഇത്രയും നൽകിയ അള്ളാഹ് പറയുകയാണ്, നിങ്ങൾക്ക് നല്ലതിൻ്റെയും മോശത്തിൻ്റെയും നല്ലതിൻ്റെയും ചീത്തയുടെയും രണ്ടു വഴികളെ നാം നൽകിയില്ലയോ? നിങ്ങൾ നല്ല വഴിയിലേക്ക് ചലിക്കാനാണ്, സഞ്ചരിക്കാനാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടില്ല, നല്ല വഴിയിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളുടെ മാർഗങ്ങൾ മോശമായി, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും നിങ്ങൾ ദൃഢവൽക്കരിച്ചോ. എന്നിട്ട് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കൊരു അനുഗ്രഹവും പടച്ചവൻ നൽകിയിട്ടില്ല. മറ്റുള്ളവർ സാമ്പത്തികമായി വരുമ്പോൾ, അവർക്ക് സാമ്പത്തികമായി പുരോഗതി ഉള്ളപ്പോൾ നമുക്കൊരനുഗ്രഹം അല്ലാഹു നൽകിയിട്ടില്ല എന്ന വാദത്തിൽ നാം ഓരോരുത്തരും എത്തിച്ചേരുകയാണ്. കുഞ്ഞാര